അവന് ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്. ഇപ്പതാ ക്രിസ്മസ് വന്നു, ഒരു കേക്ക് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞൂടെ ഈ കേസ് കിടക്കുന്ന ഓണ സമയത്ത്. അപ്പോഴും ഞാൻ അനുഭവിച്ചു, എല്ലാവരും നല്ല ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തു, എൻ്റെ കുട്ടിക്ക് മാത്രം ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ. ട്രോമ എന്ന് പറയുമ്പോഴാണ് റഹീം പറഞ്ഞത്. എനിക്ക് ട്രോമ കേൾക്കുമ്പോൾ ചിരിയാണ്. എന്നുവെച്ചാൽ റഹീം പറഞ്ഞ എൻ്റെ സഹോദരി അന്നേ ദിവസം രാത്രി എന്നെ ഫോണിൽ വിളിച്ച് പാളയത്ത് ആ സംഭവം നടക്കുന്ന ആ നിമിഷം, ആ സെക്കൻഡിൽ ആദ്യമായിട്ട് ഇടപെട്ട ഞാനാണ്. എൻ്റെ സഹോദരിയുടെ ഒരു ട്രോമ, മെൻ്റൽ ട്രോമ. അപ്പം ബാക്കിയുള്ളവന്മാർ മെൻ്റൽ ട്രോമയും ഇല്ല. നശിച്ച് ഇത്രയും ഒറ്റാക്കിയ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞ് 2.5 വയസ്സിലൊരു കുഞ്ഞിനെ തന്നിട്ട് ഒരു അമ്മ പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രം എഫേർട്ട് എടുത്ത് പിന്നെ വീട്ടുകാരെ ചെറിയൊരു സപ്പോർട്ടും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. നിനക്കാണ് വയ്യാത്തതെന്ന് പറഞ്ഞു, ശമ്പളം നിനക്ക് തരണ്ട, നിന്റെ തന്തയുടെ വകയാ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. എൻ്റെ അമ്മയെ അച്ഛനെയും എല്ലാം വിളിച്ചു. നമ്മുടെ KSRTC മന്ത്രി ഗണേഷ് കുമാർ സാറിന് പോലും വണ്ടി തടയാനുള്ള അധികാരം ഇല്ല. ഗതാഗത വകുപ്പ് മന്ത്രി നമുക്ക് ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ മുസ്ലിം പവർ എക്സ്ട്രാ തന്നാണ് വിടുന്നത്. നമ്മൾ ഓടിയിട്ട് വന്ന് വികാരം കാണിക്കാനേ. ഈ ശിവൻകുട്ടി സഖാവ് നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്ത് കയറി പാർലമെന്റ് മറ്റേ ഈ സ്പീക്കറിന്റെ അതിന്റെ മണ്ടയിൽ കയറി ഇത് വലിച്ചു പിടുത്ത് മുണ്ടും പൊക്കി കൊടുത്ത് എല്ലാരും ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കണ്ടാണ് മുണ്ട് പൊക്കി കാണിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുണ്ട് പൊക്കി കാണിച്ച സഖാവ് അല്ലേ ആദ്യം കാണിക്കുന്നത്. സംസാരിക്കുമ്പോഴും തോന്നണ്ടേ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു മേറെ പക്വതയും. നമ്മളെ പെടലിൽ കയറാൻ വേണ്ടിയിട്ട് ഈ മോശമായിട്ടുള്ള സ്ത്രീകള് വന്നിട്ട് ചില ആൾക്കാരുടെ അടുത്ത്, പുരുഷന്മാരുടെ അടുത്ത് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് ഇവർ എന്നെ ഒന്നും ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത്. അത് എനിക്ക് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ ഇവർ കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് മറ്റേ ശബരിമലയിൽ കയറ്റിയോ അല്ലെ എൻ്റെ വീട്ടിൽ കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ ഇങ്ങനെ പറഞ്ഞതല്ലേ, എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ്. അതല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ ആങ്കറിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചെന്ന് പറയരുത്. ഈ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനെ വെച്ച് ഭീഷണിയൊക്കെ ആയിരുന്നു ഇവര് പാർട്ടിക്കാർ ആദ്യ സമയത്ത്. നിനക്ക് കൊച്ചുണ്ടെന്ന് ഓർമ്മ വേണം, മറ്റേണ് പുറമേന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റൂല. KSRTC ബസ് പൊതുവേ കിടന്ന് ഈ കാണിക്കുന്ന സർക്കസുകൾ ആളുകൾ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, പൊതുവേ KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഞാൻ സർക്കസ് കാണിക്കാറില്ല. KSRTC ബസ് വരണമെങ്കിൽ ഞാൻ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ മാറിക്കൊടുത്ത് അതിന് സ്ഥലം കൊടുക്കും. എന്ന് വെച്ചാൽ അതിന്റെ ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ഇന്നത്തെ ഇൻഫൈൻ എന്റർടൈൻമെന്റിലെ അതിഥിക്ക് പ്രത്യേകിച്ച് മുഖവരെയൊന്നും വേണ്ട, വിവാദത്തിൽ തിങ്ങി നിൽക്കുന്ന തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് യദു. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജീവിതം? അടിപൊളി. ഒറ്റ വാക്കിൽ ഒതുക്കാതെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവര് കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ. വെറുതെ ഇരുന്ന കോർപ്പറേഷനിൽ 40 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻ പോയി കിട്ടിയില്ലേ. പിന്നെ എൻ്റെ ജോലി, അതിനെക്കാട്ടിയും കോർപ്പറേഷൻ പോയത് എന്നെ ബാധിക്കുന്ന കേസല്ല. പക്ഷെ എൻ്റെ ജോലി, എനിക്കൊരു ജോലി, എൻ്റെ ജോലിയിൽ കല്ലും മണ്ണും വാരിയിട്ട് താണ്ടവാടിയ ആളാണ്. അപ്പം നല്ല രീതിയിൽ സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സുഖമല്ല, എന്നാൽ ആളുകൾ കേൾക്കുമ്പോൾ സുഖമെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സുഖക്കേടും വിഷമവും ഒക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ അനുഭവിക്കുന്ന എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുണ്ടാവുമോ? എനിക്കിപ്പോൾ ഞാനിപ്പോൾ പ്രൈവറ്റ് ബസ് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കാലം ഗ്യാസും കാര്യങ്ങളുമായിട്ട് കുറേ ആൾക്കാർ, നല്ല മനസ്സുള്ള ആൾക്കാർ പൈസ തന്നു. അങ്ങനെ കുറച്ച് 1,20,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇവന് ഫീസും കാര്യങ്ങളും അന്നത്തെ ചിലവ്, വീട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകണ്ടേ, കോടതി കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ആ പൈസ തീർന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 1000 രൂപ മിനിമം ബാലൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വണ്ടി ഓടിയിട്ട് വരണ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടുമ്പോൾ 1000 രൂപ വെച്ച് കിട്ടും. അതല്ലാതെ വേറെ ഒരു പൈസയും ആരും തന്നാലും അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പൈസ നമ്മൾ അക്കൗണ്ടിലോട്ട് വാങ്ങിച്ച് പൈസ എടുക്കണമെങ്കിൽ പറയും നമ്മളിത് തൊഴിലായിട്ട് കൊണ്ടിടങ്ങുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് ഒരു ജോലി കണ്ടെത്തുക. അത് കഴിഞ്ഞ് KSRTC ജീവിതത്തിൽ നിന്ന് മാറി കുറച്ച് കാലം ജോലിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എൻ്റെ പഴയ പ്രൈവറ്റ് ബസ് ജീവിതത്തിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഈ മേയർ കോർപ്പറേഷൻ ഇലക്ഷനും കൂടെ പരാജയപ്പെട്ടുകൊണ്ട്
എന്നെ ഇപ്പൊ ഒരു വിപ്ലവകാരിയായിട്ടാണ് യദുവിനെ ഇപ്പൊ പലരും കാണുന്നത്. ഇത്തവണ കോർപ്പറേഷൻ ഇലക്ഷനിൽ LDF-നെ കുത്തനെ താഴെ ഇറക്കി BJP കയറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, BJP കയറ്റിയ ഞാനല്ല, BJP കയറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. വിപ്ലവകാരി തന്നെയാണ്. പക്ഷെ അത് ഇപ്പോഴായാലും എപ്പോഴായാലും വിപ്ലവകാരി തന്നെ. തെറ്റ് കണ്ട അനീതി കണ്ടു കഴിഞ്ഞാൽ പറയും. അത് വീട്ടിലായാൽ പോലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോലും പറയും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ, അനീതി കണ്ടു കഴിഞ്ഞാൽ പറയും. എന്താ വെച്ചാൽ സ്വന്തം മോനായാലും ഇപ്പൊ ഞാൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവര് പറഞ്ഞാൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ പറഞ്ഞത്. അല്ല, തെറ്റ് ചെയ്യാതെ നമ്മളെ പലതും പല രീതിയിലൊക്കെ പറയുമ്പോൾ വിപ്ലവകാരിയായേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നടക്കാൻ നമ്മളെ നിഴലല്ലാതെ, നിഴലും കറക്റ്റ് ഒരു ഇത് വരുമ്പോൾ നിഴലും ചതിക്കും എന്ന് പറയാണ്. അപ്പൊ ആരും ഉദ്ദേശിച്ചു പറഞ്ഞ പോലെ അത് പല എൻ്റെ ജീവിതത്തിന്റെ ഇതുകൊണ്ടാണ് പറയുന്നത്. ജീവിത സാഹചര്യം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റെ കണ്ടക്ടർ അങ്ങനെ ഒരു നിഴലായി തോന്നിയോ? കണ്ടക്ടർ എനിക്ക് നിഴലൊന്നുമില്ല. അത് അവന് ദൈവം എന്ന് പറയുന്ന, അവൻ പടച്ചോറിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. പടച്ചോൻ കൊടുത്തോളൂ, അത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് അങ്ങനെ കണ്ടക്ടർ ചതിച്ചു, മെമ്മറി കാർഡ് മാറ്റി എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലായത്? കണ്ടക്ടർ മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ, ബസ്സിൽ വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ കണ്ടക്ടർ പൂർണ്ണമായിട്ട് കണ്ടക്ടർ ആണെന്ന് പറയുന്നില്ല. ഒന്നീ കണ്ടക്ടർ, അല്ലെങ്കിൽ ഡിപ്പോയിലുണ്ടായിരുന്ന അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തൃശ്ശൂർ അന്നത്തെ ദിവസം ഞാൻ സ്റ്റേഷനിൽ 10:30 ഇറങ്ങിയപ്പോൾ വണ്ടി തൃശ്ശൂർ നിൽക്കുകയാണ്. അന്നേ ദിവസം എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ സമയത്ത് വണ്ടി തൃശ്ശൂരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, തൃശ്ശൂർ വെച്ച് ഊരാം, സെൻട്രൽ ബക്സിലെ അല്ല നമ്മുടെ തമ്പാനൂർ ഡിപ്പോയിൽ ഊരാം, പല രീതിയിലുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ മെമ്മറി കാർഡ് ഊരിയവർക്ക് എന്തുണ്ട്, കേസ് ഇത്രയും വലിച്ചു നീട്ടി കണ്ടില്ലേ. വേറെ ഇപ്പം ഞാനാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് ഞാൻ തോന്നിവാസം കാണിച്ചിട്ട് അവർക്ക് കേസ് കൊടുക്കണമെങ്കിൽ എന്നെ എപ്പോഴേ പിടിച്ച് ജയിലിലാക്കിയെന്നെ. ഇപ്പം ഇവരായതുകൊണ്ട് പാർട്ടി സ്വാധീനം, അവർക്ക് മൊത്തത്തിലുള്ള സ്വാധീനം ഉണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയെല്ലാം കേരളത്തിലെല്ലാം. പ്രേക്ഷകരെ ഇതിന്റെ കൂടെ അല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രേക്ഷകർക്ക് നല്ലതെന്ന് പറയാനുള്ള ആൾക്കാർ. പക്ഷെ ഒരു കാര്യം, ഈ പ്രേക്ഷകരായാലും ഈ ജനങ്ങളെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ എൻ്റെ ഭാഗത്തൊരു കൂടെ നിൽക്കുന്നത്, എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതല്ല, അത് വിട്. നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഭാഗത്ത് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ ന്യായം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉടനെ നേരെ തിരിഞ്ഞ്, മനസ്സിലായ? ഈ മേയർ വണ്ടി തടഞ്ഞില്ലെന്ന് വെച്ചോ, നേരെ തമ്പാനൂർ ഡിപ്പോയിൽ പോകുന്നു. അപ്പൊ ഇത് നേരെ എന്താവും? കേസ് തിരിഞ്ഞ് പീഡനവീരന് അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, അത് അവരെ പാർട്ടിക്കാർ മാത്രമേ പറയുള്ളൂ, ജനങ്ങൾ പറയില്ല. പക്ഷെ ഇത് നേരെ തിരിഞ്ഞെങ്കിൽ ജനങ്ങൾ പോലും എന്നെ കല്ലെറിഞ്ഞേനെ തന്നെ. അപ്പൊ സത്യാവസ്ഥ ദൈവം അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അങ്ങനെ ഒരു മേയറിന് അങ്ങനെ ഒരു ബുദ്ധി. അന്ന് മുൻ മേയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആള് തെറ്റിദ്ധരിക്കും. മുൻ മേയറാണ് ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അറിയാതെ എനിക്ക് ആ ഓർമ്മയെ വരുള്ളൂ. എൻ്റെ ജീവിതം ഇത്രത്തോളം ആക്കിയ ആളാണ്. അപ്പൊ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഈ നമ്മൾ പറഞ്ഞു വന്നത് ജോലി രേസ്, പ്രൈവറ്റ് ബസ്സിന്റെ ജോലി രേസ്. പ്രൈവറ്റ് ബസ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുമ്പോ, ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് ഇപ്പൊ എന്നെ വിളിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓടിക്കൊണ്ടിരുന്ന വണ്ടി 2-3 പ്രാവശ്യമായിട്ട് വെഹിക്കിൾ പിടിക്കുകയും, ട്രാഫിക്കുകാർ പിടിക്കുകയും, പെറ്റി അടിക്കുകയും, ട്രിപ്പ് തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യങ്ങളൊക്കെ പെറ്റി അടിക്കുന്നു. എല്ലാ സ്വാധീനത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഞാൻ ഓടുന്ന ബസ് എന്ന് പറയുമ്പോൾ, ഞാൻ ഓടുന്ന ബസ് വേറെ വണ്ടികളൊന്നും പിടിക്കുന്നില്ല. എന്നെ ചില ട്രാഫിക്കുകാരൊക്കെ, ചില ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എനിക്കൊരു കേസ് ഉള്ളത് പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം അല്ലേ ഒരു കേസും കൂടെ ഞാൻ വരച്ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നത്? പകയെന്ന് വെച്ചാൽ ഇത് പാർട്ടി, ഈ പോലീസുകാരിലും പാർട്ടിക്കാരുണ്ട്. ഏതൊരു ഇതിലും കുറെ പാർട്ടിക്കാരും അല്ലാത്തവരും കാണും. അപ്പൊ ഇവർക്ക് അതിൽ അജണ്ടകളുണ്ട്. അങ്ങനെ വരുത്തി തീർക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചു. നിയമം വരെ സ്വാധീനത്താൽ വളച്ചൊടിക്കപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണല്ലേ ഇപ്പൊ? പിന്നെ അല്ലാതെ നിയമവും അധികാരവും. അത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സിം കോളിൽ നിന്ന് മറ്റേ സിം കോളിലേക്ക് തന്നെ വിളിച്ചതിന്റെ തെളിവുകൾ എടുത്തു വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോ എനിക്ക് വിവരാവകാശം വെക്കാൻ കിടക്കുന്നു. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ള അവരടുത്ത് 2 വിവരാവകാശം വെച്ചിട്ട് ആ നമ്പർ എനിക്ക് വേണമെന്ന് പറയും. എന്തായാലും ഇവര് നമ്പർ കണ്ടുപിടിച്ചില്ലേ, ആ നമ്പർ എനിക്ക് വേണം. അല്ല, അങ്ങനെ ഒരു മണ്ടത്തിന് അത് എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് നോക്കാം, ഇതിൽ 2
സിം കാർഡ് കാണിക്കുന്നത്. ഈ രണ്ടും എന്റെ ഇതിന്റെ അകത്താണ്. അന്നത്തെ ഫോണിൽ ഇതിന്റെ അകത്താണ്, വേറെ ആരും ഉപയോഗിക്കുന്നത്. ചിലപ്പോ ഇങ്ങനെയൊക്കെ പറ്റുന്ന ദൈവത്തിന്റെ കയ്യൊപ്പായിരിക്കും. ഇവര് ദൈവത്തിന്റെ കയ്യൊപ്പായാലും ഇവര് കണ്ടുപിടിക്കണതൊക്കെ നോയുള്ളത്. എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇവര് മേയർ കുറ്റം ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? എന്റെ ചെറിയത് ഞാൻ അച്ചിന്ന് തുമ്മിയതും ഞാൻ എന്റെ നൂല് കെട്ടിയ കഥയും എന്നെ അമ്മ പ്രസവിച്ചപ്പോ കുളിപ്പിച്ച സോപ്പ് വരെ അവർ പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് മേയർ ഇങ്ങനെയൊക്കെ കാണിച്ചു, മേയർ തെറ്റാണെന്ന് കാണിച്ചു, മേയർ ഇങ്ങനെ ചീത്ത വിളിച്ചത് മേയർ ഹസ്ബൻഡ് വണ്ടി കയറിയില്ലെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് തെറ്റ് മനസ്സിലായാണ്, ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലായി. എന്നിട്ട് റഹീം വന്നിട്ട് പറഞ്ഞ് വണ്ടി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് തമ്പാനൂർ കോട്ടയം. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് പാളയത്ത് ആ ബസ് സ്റ്റോപ്പില് സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ സൂപ്പറിന് സ്റ്റോപ്പില്ല. ആ സ്റ്റോപ്പിൽ അനധികൃതമായി കയ്യേറി വണ്ടിയെ ഇടിച്ചു പൊട്ടിച്ച് ഡോറും തുറന്ന് ഭീഷണിപ്പെടുത്തി ഡോറും തുറന്ന ആള് നല്ലവൻ, പുണ്യാളായി. എന്നിട്ട് പറയാൻ ജസ്റ്റ് 5 മിനിറ്റത്തെ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നാടകം അവതരിപ്പിക്കാൻ വേണ്ടാന്ന് പാളയത്ത് വണ്ടിയും തടഞ്ഞിട്ടിട്ട്. അല്ല ഇവരെന്ത് ചെയ്യണമായിരുന്നു? നേരെ ഇവർ അത്ര വലിയ മിടുക്കന്മാരാണ്, അവരെ പാർട്ടിയാണ് ഇരിക്കുന്നത്, അവരെ ഭരണമാണ് ഇരിക്കുന്നത്. അവർ അത്ര വലിയ മിടുക്കന്മാരാണെങ്കിൽ വണ്ടി തടയാതെ നേരെ മാന്യന്മാരാണ്. അങ്ങനെ ആംഗ്യം കാണിച്ചിട്ടുണ്ട്. ഇവർ ചുമ്മാ ഷോ കാണിച്ച് ഷോ ഓഫ്. എന്തുകൊണ്ട് പാളയത്ത് ഇവർക്ക് ഇത്രയും സ്ഥലം കിടന്നിട്ട് PMGയിൽ വണ്ടി നിർത്തിയതാണ്. PMGയിൽ വെച്ച് തടയാതെ പാളയ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വരണമെന്ന് വെച്ചാൽ മുഖ്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഇവരെ പാർട്ടിക്കാരും പാർട്ടിയുടെ ആൾക്കാരും എല്ലാവരും പാളയത്ത് ആ സമയമാകുമ്പോൾ അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നപ്പോൾ കുന്നുകുഴിയിലുള്ള എൻ്റെ കൂടെ പഠിച്ച പയ്യന്മാരും എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും പാളയത്ത് ഉണ്ടായിരുന്നു. അവന്മാർ പാർട്ടിക്കാരന്മാർ, പക്കാ പാർട്ടിക്കാരന്മാരാണ്. അവന്മാർ വന്ന് അളിയാ എന്ത് കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു മേയർ എന്ന് പറഞ്ഞത് അവർ വന്ന് വണ്ടി തടയാണ്, മേയറാണെന്ന് അറിഞ്ഞൂടെ, ഇവരെല്ലാവരും ഫിറ്റാണെന്ന് പറഞ്ഞു. ആ പയ്യൻ സംസാരിക്കുമ്പോൾ ഡ്രൈവർ പയ്യനും വേറൊരു പയ്യനും നല്ല മദ്യത്തിൻ്റെ മണം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പോലീസിൻ്റെ അടുത്തും പറഞ്ഞ് എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത്, എടാ ഇത് മേയറാണ് എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല. പിന്നെ അതിനുശേഷം മേയറാണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴല്ലേ തെറ്റ്. നമ്മൾ അറിയാതെ സംസാരിക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോകുന്നു. നിങ്ങൾ മേയറാണെന്ന് അന്നത്തെ മേയറാണെന്ന് വിചാരിച്ച് നമുക്കറിയാൻ പാടില്ല. ഈ വേഷത്തിലൊക്കെ വന്നിട്ട് മേയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഫീഷ്യൽ വേഷം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്, സംസാരിക്കുമ്പോഴും തോന്നുന്നുണ്ട്. ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു മേയർ പക്വതയും നമ്മളെ പെടലിൽ കയറാൻ വേണ്ടിയിട്ട് ഈ മോശമായിട്ടുള്ള സ്ത്രീകൾ വന്നിട്ട് ചില ആൾക്കാരുടെ അടുത്ത്, പുരുഷന്മാരുടെ അടുത്ത് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സംസാരിക്കാം, നെഗറ്റീവ് ചെയ്തവന്മാരുടെ അടുത്ത് സംസാരിക്കാം. ഇങ്ങനെ വന്നിട്ട് ആദ്യം റാഷ് ഡ്രൈവ് എൻ്റെ വണ്ടി തെറ്റാൻ വന്നത്, പിന്നീടാണ് ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് കണ്ടപ്പോഴാണ് ഉടനെ ആംഗ്യം എടുത്ത് ഒരു പൊക്കം കുറഞ്ഞ കുട്ടി വന്ന് വേറൊരു ആര്യ, മേയർ സഹോദരൻ്റെ ഭാര്യ, ആ ആര്യ വന്ന് സൈഡിൽ കൂടെ വന്നിട്ട് എന്നെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ കൊച്ചു വന്ന് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പഴയ മേയർ പറയാണ് എന്നെയും കാണിച്ചു, താങ്കൾ എന്നെയും ഇതേപോലെ കാണിച്ചു. ഞാൻ കേട്ടോ എന്ത് കാണിച്ചു? അത് വീഡിയോയിൽ കാണാം, നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ കാണിച്ച ആംഗ്യം എന്ന് വെച്ച്. എനിക്കത് ചെയ്യും. ഇത്രയും നേരം വണ്ടി തട്ടാൻ വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് കാടി ആംഗ്യം. ഞാൻ പറഞ്ഞത് നിങ്ങളല്ലേ ക്രോസ് ചെയ്തത്, നിനക്ക് വയ്യെന്ന് ചോദിച്ചാൽ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് വയ്യേ, നിനക്കാണ് വയ്യാത്തതെന്ന് പറഞ്ഞു. ശമ്പളം നിനക്ക് തരണ്ട, നിന്റെ തന്തയുടെ വകയാ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. എൻ്റെ അമ്മയെ അച്ഛനെയും എല്ലാം വിളിച്ചു. അകത്ത് കയറിയെന്ന് മറ്റവൻ ഭയങ്കര റോളായി, MLA എന്ന് പറഞ്ഞ ആള്. അപ്പം ഞാൻ കേട്ട് അവർ പറഞ്ഞു ഞാൻ MLA ആണ് പാലുശ്ശേരി. ഞാൻ പറഞ്ഞു ഇവിടത്തെ MLA എനിക്ക് അറിഞ്ഞൂടാ, പിന്നെയാണ് പാലുശ്ശേരി കിടക്കുന്നത്. കോഴിക്കോടുള്ള MLA വന്നിട്ട് ഇവിടെ വന്നിട്ട് ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഡ്യൂട്ടി ചെയ്യണം. നമുക്ക് തടസ്സമാവുന്ന MLA എല്ലാം മന്ത്രി ആയാലും ശരിയാണ്, ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുത്താൻ പാടില്ല. അത് നമ്മുടെ KSRTC എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC മന്ത്രി ഗണേഷ് കുമാർ സാറിന് പോലും വണ്ടി തടയാനുള്ള അധികാരം ഇല്ല. KSRTC ഒന്നീ MVD യൂണിഫോം അല്ലെങ്കിൽ പോലീസ്, ഇവർക്കൊക്കെ വണ്ടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് തടയാം. വണ്ടി അതേപോലെ തടഞ്ഞ് ഇങ്ങനെ നട റോഡിൽ വെച്ച് തടയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഈ മന്ത്രിമാർ ഈ പിണറായി വിജയൻ സാറ് പോകുമ്പോഴേക്ക് നാട്ടുകാർക്ക് നടുക്ക് കയറി എന്ന് തടഞ്ഞുകൂടി? അപ്പൊ കേസാവൂല്ലേ? അല്ല അത് കേസാവൂല്ല. ഒരു മന്ത്രിയെ തടഞ്ഞു കഴിഞ്ഞാൽ കേസാവും. ഒരു ബസ് തടഞ്ഞതിന് എന്നെ എത്രയും കൈയേറ്റം ചെയ്യാൻ വന്നത് ഞാൻ കൊടുത്തല്ലേ FIR. ഞാൻ ആദ്യം തൊട്ടേ എൻ്റെ കേസിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തു പോണ മനുഷ്യനാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റ വ്യക്തികളില്ല. ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ സപ്പോർട്ട് എനിക്ക് ജനങ്ങളെ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് ഇവരെന്നെ ഒന്നും ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത്. അത് എനിക്ക് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ ഇവർ കുറേ പെണ്ണുങ്ങളെയും കൊണ്ടുവന്നിട്ട്
മറ്റേ ശബരിമലയിൽ കയറ്റിയോ അല്ലെ എൻ്റെ വീട്ടിൽ കയറ്റി പ്രശ്നങ്ങളെ ഉണ്ടാക്കാതെ നീ ഇങ്ങനെ പറഞ്ഞതല്ലേ, എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ്. ഒരു പെണ്ണ് ചെയ്തോ ചെയ്തില്ലേ എന്നല്ല, എത്തിക്സിൽ ഇപ്പൊ ആർക്കും ഒരു വിലയില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം സ്ത്രീ പുരുഷ സമത്വം സമൂഹത്തിൽ വേണ്ട ഒരു കാര്യമാണ് ഫെമിനിസം. പക്ഷെ അതിനെ ദുരുപയോഗിച്ച് ആണിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു പദം ഉപയോഗിച്ച് യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ, ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ പറയും ഫെമിനിസ്റ്റ് അയ്യേ, ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ എന്താ പറയാ, ആൾക്കാർ മനസ്സിലാകാതെ അങ്ങ് മോശമായിട്ട് കാണുന്ന രീതിക്ക് ഒരുപാട് പേര് തന്നെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട്. ഞാനിപ്പോ നിങ്ങളുടെ ആങ്കറിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചെന്ന് പറയരുത്, ഈ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പേട്രിയാർക്കി. അതായത് ഒരു പുരുഷൻ ഈ സമൂഹത്തില് കിട്ടുന്ന അവസരങ്ങൾ സ്ത്രീക്ക് പലപ്പോഴും കിട്ടാറില്ല. കൂടുതലും സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഒതുങ്ങി പോവുക. അത് ഞാൻ ഒരു ഫോം ഓഫ് ഇതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പേട്രിയാർക്കൽ ഇത് കുറഞ്ഞ് പതുക്കെ സ്ത്രീകൾക്ക് തുല്യമായ അവകാശം, സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് ഫെമിനിസം. പക്ഷേ കുറെ സ്യൂഡോ ഫെമിനിസ്റ്റുകളുണ്ട്. കുറെ പേര് എന്താ പറയാ, പുരുഷന്റെ മുകളിൽ നിൽക്കണം, പുരുഷനെ കുറ്റപ്പെടുത്താൻ ഇതുപോലെ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കുക, വെറുതെ കിടന്ന് ഒരു വാഗ്വാദം ഉണ്ടായ പീഡന കേസ് കൊടുക്കുക, ഇങ്ങനെയുള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഫെമിനിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ മറ്റേ പുരുഷന്മാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി നടക്കുന്ന ടീംസാ. ഈ ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇത് രണ്ടാണ്. ഇത് ആൾക്കാർക്ക് അറിയില്ല, എല്ലാവരും മോശക്കാരായിട്ട് കാണുക. അതാണ് ഫെമിനിസ്റ്റ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും പറയുന്നതും അങ്ങനെയാണ്. സത്യം, അത് ശരിയാണ്. പക്ഷെ ഇതിൽ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? അതെ, ഞാനില്ലെന്ന് പറയുന്നില്ല. ഇതിപ്പോ പുരുഷന്മാരായാലും സ്ത്രീകള് സമത്വം, എനിക്കും അങ്ങനെ സ്ത്രീകൾ അത്ര മോശപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അടുത്ത് മിക്കതും പറയുന്ന ആൾക്കാരും നിങ്ങളെ പോലെയുള്ള ഒത്തിരി ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാരും എൻ്റെ അടുത്ത് നല്ല പരിചയമുള്ള ആൾക്കാരും ഉണ്ട്. ഇതേപോലെ തലയ്ക്ക് വെളിവില്ലാതെ ഈ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കെന്തോ ഇപ്പൊ സ്വന്തം അച്ഛനാ അമ്മയാ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പാർട്ടിയിലെ ആൾക്കാര് ഈ പാർട്ടിയിൽ ഒരാളെ പറയുമ്പോൾ അവരിപ്പോ തെണ്ടിത്തനം ചെയ്താലും, ഇപ്പം നമ്മുടെ ഞാൻ മുണ്ടുപൊക്കിയാണ് മോശക്കാരനാണ് എന്ന് പല ചാനലിലും ഒരു ചാനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, SM ടോക്സ് എന്നാ പറഞ്ഞ ഒരാള് യൂട്യൂബ് ചാനൽ. അത് ഞാൻ വീഡിയോ ഒക്കെ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. എന്നെ പറയുന്നവന്മാർക്ക് എല്ലായിടത്തും കൊടുക്കും. അവന്മാർ അറിയണം, അല്ലെങ്കിൽ അവന്മാരെ എനിക്ക് വന്ന് കാണിച്ചു തരണം ഞാൻ എവിടെയാണ് മുണ്ട് പൊക്കിയതെന്നും ആരെ പാവാടയാണ് എടുത്തോണ്ട് പോയത്. ഇത്ര മോശമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെ ശിവൻകുട്ടി നമ്മുടെ മന്ത്രി എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണ് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ വീട്ടിൽ വന്നതാണ്. പാർട്ടിക്കാരനായിട്ടുള്ള നമ്മുടെ മാമിയുടെ മോനും കൂടെ വന്ന് 5 വോട്ട് നമ്മുടെ വോട്ട് ചോദിച്ചു. നമ്മൾ ഈ പാർട്ടി നോക്കൂല, ആ വ്യക്തികളെ നോക്കിയാണ് വോട്ട് കൊടുക്കുന്നത്. 5 വോട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയ മനുഷ്യനാണ് ഈ മേയറുടെ കൂട്ടത്തിൽ നിൽക്കണം, ഈ ആര്യ രാജേന്ദ്ര കൂട്ടത്തിൽ നിൽക്കണം. അത് പോട്ട് ഈ ശിവൻകുട്ടി സഖാവ് ഈ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് കയറി പാർലമെന്റ് മറ്റേ ഈ സ്പീക്കറിന്റെ അതിന്റെ മണ്ടയിൽ കയറി ഇത് വലിച്ചു പിടുത്ത് മുണ്ടും പൊക്കി കൊടുത്ത് എല്ലാരും ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കണ്ടാണ് മുണ്ട് പൊക്കി കാണിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുണ്ട് പൊക്കി കാണിച്ച സഖാവ് അല്ലേ ആദ്യം കാണിക്കുന്നത്. ഇതേപോലെ എത്രയോ കേസുകൾ അങ്ങനെ പറയാൻ യോഗ്യത ഞാനിപ്പോ നിങ്ങളെ കൈ ചൂണ്ടി കാണിക്കണമെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വേണം നിങ്ങളെ കാണിക്കാൻ. ഈ 2 പോക്കറ്റിലും പെണ്ണുപിടിയന്മാരും കാര്യങ്ങളും വെച്ചിട്ടാണ് യവന്മാർ എന്നെ പെണ്ണുപിടിയാന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര യോഗ്യത ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുക, അത്ര തൻ്റെ ഇടം ഉണ്ട്, ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയാം. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കാറ്റടിക്കുന്ന കാലത്തുനിന്ന് വേല കെട്ടിയിട്ട് കാര്യമില്ല. അവൻ്റെ അച്ഛനും അമ്മയും പറയും പോലെ തന്നെ അവൻ നമ്മളെയും പറയും എന്ന് അത്ര ചിന്തിച്ച് സമാധാനമുണ്ട്. അതുകൊണ്ട് സ്വസ്ഥത സമാധാനം. പണ്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ടില്ലേ, കേസൊക്കെ 2017 അത് തന്നെ പറഞ്ഞത്. അന്ന് പക്ഷെ റിയാക്ട് ചെയ്യാൻ ഇത്രത്തോളം ഒരു ധൈര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അല്ല, പക്ഷെ ഞാൻ അത് തരണം ചെയ്തു പോകുന്നു. റിയാക്ട് ചെയ്തത് എൻ്റെ ചെറിയ പ്രായത്തിലാണ്. അന്ന് പോലും ഈ പാർട്ടിയിലെ ആൾക്കാർ പാർട്ടിയിലെ ഈ പിടിപാടും വെച്ചിട്ട് എനിക്ക് ഒരു പാർട്ടി ഇല്ലെന്ന് പറയാൻ കാര്യം അതാണ്. ആ പാർട്ടിയൊക്കെ ഞാൻ പഠിച്ചിരുന്ന കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ SFI എന്ന് പറഞ്ഞ സംഘടനയും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ ലോക്കലായിട്ടില്ല. എൻ്റെ പഠിച്ചിരുന്ന കാലത്തുള്ള കൂട്ടുകാരന്മാരുടെ കൂട്ടത്തേ ഉള്ളതേ ഉള്ളൂ. പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ വരുന്ന വഴിക്ക്, കോളേജ് കഴിഞ്ഞ് ബസ്സിൽ വരുന്ന വഴിക്ക് ഈസ്റ്റ് റോട്ടിൽ നിന്ന് ബസ് കയറും 4:30 ആ സമയം. ബസ് കയറുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ ഈ കമ്പി ഇങ്ങനെ കെട്ടിക്കുന്നില്ലേ, അവിടെയാണ് എനിക്ക് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി ഓടിക്കുന്നത്. അന്ന് തൊട്ടല്ല എപ്പോഴായാലും എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കയറി നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്നിട്ട് മാറടാ ഇങ്ങോട്ട് മാറടാ എന്നൊക്കെ ഒരു ചുമ്മാ ചൊറിയും.
പയ്യന്മാരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കയറി നിന്നിട്ട് ഞാൻ ഇനി എവിടെ മാറാനെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് മാറടാ. ഞാൻ അപ്പൊ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയതും ഈ സൈഡിൽ ഈ പെൺപിള്ളേർ കുറെ എണ്ണം സ്കൂളിലുള്ള പിള്ളേർ എല്ലാം വരി വെച്ച് അങ്ങ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ട് മാറി ഡ്രൈവറിൻ്റെ ഗിയർ ഇടുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, ബോണറ്റിൻ്റെ ആ സൈഡിലാണ് നിൽക്കുന്നത്, അങ്ങോട്ട് ഫേസ് ചെയ്ത് വണ്ടി പോണത് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നിന്നും മാറി കൊടുക്കാൻ പറഞ്ഞ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പിന്നെ വെള്ളാണി ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഞാൻ വെള്ളാണി ജംഗ്ഷനിലുള്ള തന്നെ എനിക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്ന് സംസാരമായിട്ട് ഇവൻ സംസാരിച്ചിട്ട് അങ്ങ് പോയി. പിന്നീട് പലതവണ ആയിട്ട് ഈ ബസ്സിൽ സംസാരവും എന്നെ കാണുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് പാർട്ടി ഇവിടെയുള്ള പാർട്ടി ലോക്കൽ പാർട്ടിയുടെയൊക്കെ എൻ്റെ മക്കളാണെന്നുള്ളത്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് 2 ചേട്ടന്മാരുള്ളതിൽ ആ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു ചേട്ടൻ വന്ന് സംസാരിക്കാൻ വന്ന് യവന്മാരൊരു 6-7 പിള്ളേർ ഒന്നൊക്കെ കഞ്ചാവ് കച്ചവടത്തിന് യവന്മാർ 2-3 പയ്യന്മാരെ പിടിച്ച അവന്മാർ കഞ്ചാവ് കച്ചവടത്തിലൊക്കെ ഉള്ളതാണ്, പാർട്ടിക്കാരന്മാരും ആണെന്ന് പറയുന്നത്. ഇവിടെ പ്രാവശ്യമ്പോഴത്തേനും ഒരു പയ്യുണ്ട് MDMA കഞ്ചാവ് എല്ലാം കൂടെ, അവൻ്റെ മെഡിക്കൽ സ്റ്റോർ വരെ പൂട്ടിപ്പോയി. പാർട്ടിക്കാരനാണ്. ഇവർ പറഞ്ഞ പാർട്ടിക്കാരിൽ നമ്മൾ കഞ്ചാവ് ബിസിനസ് ഒന്നുമില്ലെന്ന് പറയുന്നത്. ഇവന്മാർ എന്നിട്ട് എൻ്റെ ഹെഡ്സെറ്റും വലിച്ചു പൊട്ടിച്ച് പ്രാവശ്യമ്പലത്തുള്ള ഒരു പാർട്ടിക്കാരനും വന്ന് എനിക്ക് 2000 രൂപ ഹെഡ്സെറ്റ് വാങ്ങിക്കാനും തന്നാണ് ഞാൻ കേസ് കോംപ്രമൈസ് ചെയ്തത്. അതുവരെ ഞാൻ കേസ് വിടൂലായിരുന്നു. അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെ ഇവന്മാർ ടാർഗറ്റ് ചെയ്യാൻ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ കുഴപ്പം. അവർക്ക് പിന്നെ പണിയാവാതിരിക്കാൻ അവർ പൈസ തന്ന് ഒതുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ട് ആ കേസ് കോംപ്രമൈസ് ചെയ്ത് വിട്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ പ്രൈവറ്റ് ബസ് ഓടുന്ന ആ സമയത്തുള്ള കേസാണ് അത്. ഈ കേസ് സ്കൂളിൽ പഠിച്ചപ്പോൾ അപ്പം എൻ്റെ ചേട്ടൻ്റെ അവന്മാരെല്ലാവരും കൂടെ എൻ്റെ ചേട്ടൻ ചോദിച്ച് എന്താണ് അനിയാ പ്രശ്നം, അവൻ പഠിക്കാൻ പോകണം, അവൻ്റെ കാര്യം നോക്കി പോയിട്ട് നിങ്ങൾ എന്തിനാണ് ചുമ്മാ അവനെ അങ്ങനെ സംസാരിച്ച് അവന്മാർ പാർട്ടിക്കാരന്മാരെല്ലാവരും കൂടെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചുമ്മാ ചോദിക്കാൻ പോകണ്ട, അവന്മാർക്ക് വിവരം പൊക്കണമില്ല, കഞ്ചാവ് വലിച്ച് കയറ്റിയിട്ട് അവന്മാർ മൂക്കാൻ വേണ്ടി ഇടിച്ച് പൊട്ടിച്ച് മൂക്ക് ഇടിച്ചു പൊട്ടിച്ച് അവസാനം ആ സമയത്ത് ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനാണ്. അപ്പൊ അത് ചേട്ടനെ മൂക്കാൻ വേണ്ടി ഇടിച്ച് പൊട്ടിച്ചപ്പോ ഞാൻ തിരിച്ച് ഇടി കൊടുക്കും. എന്റെ ചേട്ടനെ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കൂലേ, നമ്മുടെ സഹോദരങ്ങൾക്ക് വല്ലതും വന്ന് തിരിച്ചു കൊടുത്തതിന് ഒരു പയ്യനെ ഇത്തിരി കൂടിപ്പോയി, ഒരു പയ്യനെ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം ഓടിക്കളഞ്ഞു. അപ്പോൾ ഇത്തിരി കൂടിപ്പോയപ്പോ എന്ത് ചെയ്ത് അവൻ കാരക്കണ്ടത്ത് താമസിക്കുന്ന പയ്യൻ വെള്ളാണി ജംഗ്ഷൻ വന്നതാണ് കൂട്ടുകാരനെ സഹായിക്കും. അവന്റെ സഹോദരി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുവഴി ഈ റോഡ് വഴി നടന്നു പോയപ്പോൾ എന്തോ ഒരു പയ്യൻ എന്തോ കാണിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇവർ കേസ് കൊടുത്തത്. അത് ഞാനാണെന്ന് പറയണം. ഇവർ നേരിട്ട് കാണുന്നില്ല, ഞാനാണോ എന്ന് അറിയുന്നില്ല. കോടതി കേസ് കൊടുത്ത് അങ്ങനെ ഇവിടെ ഉള്ള പോലീസുകാരന്മാരൊക്കെ അന്ന് ഇവിടെ മൊത്തം അരിച്ച് പറക്കി. ഞാൻ അന്നേ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, പഠിച്ച് ഏകദേശം ഡിഗ്രി ആണെന്നോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ആ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നവൻ തന്നെ. അപ്പം ഡിഗ്രിക്ക് അങ്ങനെ നിന്നപ്പോഴാണെന്നോ അപ്പോൾ ഞാൻ ബസ് ഓടും, പ്രൈവറ്റ് ബസ് ഓടും. ഏകദേശം ITI മെക്കാനിക്കൽ ഡീസൽ പാസ്സായി, ധനുശ്വരി ITIയിലാണ്. പിന്നെ പഠിക്കാനുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്. വോളിബോൾ യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി പ്ലെയറുമാണ്. നമ്മൾ 2nd 3rd സർട്ടിഫിക്കറ്റ് ഉണ്ട്. 2 സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ അത്രയും മോശപ്പെട്ട ആളാണെന്നുള്ളത് അതൊന്നും വേണ്ട. എന്നുവെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ എത്ര പിള്ളേരുണ്ട്, എല്ലാവരും അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. പഠിച്ചിരുന്ന എന്നെ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവന്മാരാണ് ഈ കഥ പറയുന്നത്. അങ്ങനത്തെയാണ് ആ വിഷയത്തിന്റെ പുറത്താണ് സഹോദരി കൊണ്ടുവന്ന് ഇങ്ങനെ കേസ് കൊടുക്കുന്ന ഒരു പയ്യ ഇങ്ങനെ കാണിച്ചു. സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെയാണ് കൂടുതലും. ദുരുപയോഗമാണ്, സത്യം പറഞ്ഞാൽ ദുരുപയോഗമാണ്. സത്യം റിയലായിട്ട് ഒരു പെണ്ണിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ വെച്ച് മുതലെടുപ്പുകൾ നടത്തുകയാണ്. അതിന് പോലും യഥാർത്ഥ പ്രശ്നമുള്ളവർക്കും കൂടി ഇത് കിട്ടാത്ത അവസ്ഥ. എല്ലാരും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ നീ പറയണ സത്യമല്ലെന്ന് വിചാരിക്കുക. എന്നും ഈ പല ആൾക്കാരും പറയില്ലേ ഈ ഇത് പുലി വരണേന്ന്. ഒറിജിനൽ പുലി വന്ന് പിടിച്ച് തിന്നുമ്പോഴത്തേക്ക് പറയും അയ്യോ അത് ഒറിജിനൽ ആയിരുന്നു എന്ന് പറയും. അതാണ് സംഭവം. നമുക്ക് എല്ലാവർക്കും ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ളത് അറിയാം. പക്ഷെ ചേട്ടന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം ഈ സംഭവങ്ങളെല്ലാം ഇപ്പൊ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ട്രോമ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ആരും കൂടെ ഇല്ലാതെ ഒറ്റപ്പെടുത്തി പാർട്ടി നിയമം എല്ലാം എന്ന് ആദ്യം ഞാൻ ഇത് പിടിച്ചു നിൽക്കാൻ ഇവരെ ഇത്രയും ഇവരെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനും പിടിച്ചു നിൽക്കാനും കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് എൻ്റെ വൈഫിന്റെ ആ ഇൻസിഡന്റിന് ശേഷം കുറച്ചൊക്കെ മനസ്സ് സ്ട്രോങ് ആയി.
അപ്പൊ അതിന്റെ പുറത്ത് വരാൻ ഇനി വേറൊന്നുമില്ല. കുടുംബം നശിച്ച് ഇത്രയും ഒറ്റാക്കിയ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞു 2.5 വയസ്സിലൊരു കുഞ്ഞിനെ തന്നിട്ട് ഒരു അമ്മ പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രം എഫേർട്ട് എടുത്തും പിന്നെ വീട്ടുകാരെ ചെറിയൊരു സപ്പോർട്ടും കൊണ്ടാണ് ജീവിച്ചു പോകുന്നതും. അത് പ്രൈവറ്റ് ബസ് എന്നുള്ള തൊഴിൽ ആക്കാൻ ഈ സ്ത്രീയെ വിളിച്ചോണ്ട് എൻ്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചോണ്ട് വന്നതിന് ശേഷമാണ് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞൊരു എൻ്റെ പഠിത്തം കളഞ്ഞു, ഡിഗ്രി വരെ പഠിച്ചു, ഇത്രയും പഠിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചിട്ട് പോലും ഡ്രൈവർ ഫീൽഡിൽ വരാൻ കാര്യം ഇതാണ്. എന്നുവെച്ചാൽ അന്നുള്ള പൈസ കിട്ടും, കൊച്ചിൻ്റെ കാര്യം നോക്കാം, 10,000 രൂപയൊക്കെ ശമ്പളം കിട്ടുമായിരുന്നു. പിന്നെ വിചാരിച്ച അമ്മ അങ്ങനെയാണ് ടെസ്റ്റൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. അങ്ങനെ ഒരു കുറച്ചും കൂടി ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നാറില്ല. എന്താന്ന് വെച്ചാൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചും അതിനുള്ള വില കിട്ടാത്ത ഒരു ജോലിയാണ് ഡ്രൈവർ. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്നും ഇല്ല. ഈ വിഷയം മാത്രമല്ല, ഈ ഇത്രയും വർഷക്കാലം ഓടുന്നതിന്റെ ഇടയിൽ ഇതുപോലെ ആൾക്കാർ ഒരുപാട് ഡിസ്റെസ്പെക്ട് ചെയ്യുകയും മെക്കിട്ടേറിയം ചെയ്ത് ഒരുപാട് പോലെ ചിലവരൊക്കെ ആംഗ്യ ഭാഷയിൽ എന്നെ കാണിച്ചിട്ടൊക്കെ പോണാണ്. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത് പുതിയ ആംഗ്യമായിരിക്കും. പല ആൾക്കാരും ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഹായ് ഹൂയ് എന്നൊക്കെ കാണിച്ചിട്ട് പോകും. അത് പെൺപിള്ളേർ വരെ കാണിച്ചിട്ട് പോകണം. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇതെന്താണ് പുതിയ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്നായിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ പ്രതികരിച്ച് പോവും, മനുഷ്യനല്ലേ, പ്രതികരിച്ച് പോവും സത്യം പറഞ്ഞാൽ. പിന്നെ ഈ കേസിൽ എനിക്ക് അന്നത്തെ 2017 കേസ് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ അതിൻ്റെ പിൻതലമുറയായിട്ടാണ് ഇപ്പോഴും പോലും ഇവരൊക്കെ ഇത് പറയണത്. അതും കൂടെ കുത്തിപ്പൊക്കി ഒരുപാട് 2017 കേസിലാണ് അവൻ അങ്ങനെയാണ്, അവൻ പെണ്ണുകൂടിയനാണ്, അവൻ മോശക്കാരനാണെന്ന്. നിരന്തരം കള്ളന്മാര് നന്നാവാനും സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ചെറിയ കാലത്തിലായാലും ഇപ്പൊ എൻ്റെ മോനായാലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരുത്തി അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കൂ. അല്ല ഈ സമൂഹം അതാണ് ചെയ്തത്. ഒരു തെറ്റുകാരനായിരുന്ന അവനെ പിന്നെയും തെറ്റുകാരനാണ്. അല്ലാതെ അവനൊരു ബഹുമാനം കൊടുത്ത അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ പറയണത് കേൾക്കാനുള്ള ശ്രമം ഇല്ല. അത് പെണ്ണായാലും സ്ത്രീ ആയാലും അത് മാത്രം സ്ത്രീ പുരുഷ തുല്യത ഇല്ലാതെ രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അത് മാത്രം തുല്യതയില്ല. തുല്യത എന്ന് പറഞ്ഞിട്ട് തുല്യത പുരുഷനും സ്ത്രീക്കും ഇല്ല. പക്ഷെ ഈ ഒരു കാര്യത്തില് മോശം പറയാൻ വേണ്ടിട്ട് തുല്യത സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ. സ്ത്രീ ആണെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് കൂടും. സ്ത്രീ ആണെങ്കിൽ പിന്നെ എഫേർട്ട് കൂടുന്ന മാത്രമല്ല, ഇതില് എന്തൊരു നല്ല പുരുഷന്മാരായിട്ട് നടിച്ച് സ്ത്രീയുടെ കൂടെ നിന്ന് മുതലെടുപ്പ് ചേട്ടന്മാരുണ്ടല്ലോ, അതിനെന്തെന്നോ പറയുമല്ലോ, എന്തോ പോലീസ് എന്ന് പറയും, അത് വേറെ എന്തോ പോലീസ് എന്നൊക്കെ പറയും. അതിനെ കുറിച്ച് നമുക്ക് ഇനി അതല്ലല്ലോ നമ്മളെ കാര്യങ്ങൾ, അതല്ല അത് അവര് ചെയ്യട്ടെ. ട്രോമയുടെ കേസ് തന്നെ, ട്രോമ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇതേപോലെ ട്രോമ എന്ന് പറയുമ്പോഴാണ് റഹീം പറഞ്ഞത്. എനിക്ക് ട്രോമ കേൾക്കുമ്പോൾ ചിരിയാണ്. എന്നുവെച്ചാൽ റഹീം പറഞ്ഞ എൻ്റെ സഹോദരി അന്നേ ദിവസം രാത്രി എന്നെ ഫോണിൽ വിളിച്ച് പാളയത്ത് ആ സംഭവം നടക്കുന്ന ആ നിമിഷം ആ സെക്കൻഡിൽ ആദ്യമായിട്ട് ഇടപെട്ട ഞാനാണ്. എൻ്റെ സഹോദരിയുടെ ഒരു ട്രോമ, മെൻ്റൽ ട്രോമ. അപ്പം ബാക്കിയുള്ളവന്മാർ മെൻ്റൽ ട്രോമയും ഇല്ല, ജോലി ചെയ്ത് ഇത്രയും ഉറക്കം എണീറ്റ് വന്നിട്ട് വെള്ളം അടിച്ച് മദ്യപിച്ച് വന്ന് തോന്നിയാസം കാണിച്ചവർക്ക് മെൻ്റൽ ട്രോമയും. ഇത്രയും രാത്രി ഇരുന്ന് ഓടിയവന് ഭ്രാന്തായോണ്ടാണ്. അതായത് നമ്മളെ ഈ നമ്മുടെ ഗണേഷ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, നമുക്ക് ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ മുസ്ലിം പവർ എക്സ്ട്രാ തന്നാണ് വിടുന്നത്. നമ്മൾ ഓടിയിട്ട് വന്ന് വികാരം കാണിക്കാനേ, ഈ വണ്ടി ഓടിയിട്ട് വന്നിട്ടേ നമ്മൾ വികാരം കാണിക്കണമെങ്കിൽ ഇത്രയും ദൂരം ഓടിയിട്ട് നമുക്ക് അങ്ങനെ വികാരം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ആംഗ്യം കാണിക്കാനല്ല, ഒരു തരത്തിലുമുള്ള വിചാരങ്ങൾ ബെഡ് കണ്ട ഒന്ന് കിടക്കുക, അത്രയ്ക്ക് ക്ഷീണിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവൂല. അത് ചിന്തിക്കുന്ന ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത്. എനിക്ക് അപ്പൊ തോന്നി പല ആൾക്കാരും ഇവര് പറഞ്ഞത് വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും എന്തായാലും ആംഗ്യം കാണിച്ചത്. കാണിക്കാതെ ഇരിക്കുകയൊന്നുമില്ല, നീ എന്തെങ്കിലുമൊക്കെ ഡ്രൈവർമാർ പൊതുവെ എന്തെങ്കിലുമൊക്കെ കാണിക്കൂ. ഒരു നെഗറ്റീവ് ഇമേജ് ഒരുപാട് ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ അടുത്ത് വല്ല കല്ല് കിടക്കണാന്ന് കുഴപ്പമില്ല, ഒരുത്തനെ കൊന്നിട്ടായാലും ജയിലിൽ പോയി കിടക്കല്ലോ സമാധാനത്തിൽ. എത്ര പേരെ കൊല്ലും. അതല്ലേ പറയുന്നത്, എവര് ഇങ്ങനെ പടച്ചു വിടുന്ന വാർത്തകൾ കേട്ടിട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോകുന്ന എല്ലായിടത്തും കാറ്റ് ഇവർക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ മോൻ 5ാം ക്ലാസ്സിലാണ്. ഇപ്പൊ പറയണ ഈ
ഇത് മറ്റേ ഇത് പറയുന്നില്ലേ, ഏതാണ് നമ്മുടെ മേയർ പഴയ ആര്യ രാജേന്ദ്രൻ പറയുന്നതായിട്ട് എല്ലാ ചാനലിലും കൂടെ എന്തോ ബുള്ളിങ് അനുഭവിക്കുന്നു. ഇത് എനിക്കില്ലേ, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കാട്ടി ശക്തമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവരെ പാർട്ടി എന്തൊരു പോരാളി ഷാജി എന്ന് പറയണ, എടാ മുണ്ടുപോക്കി, എടാ നാണം ഇല്ലാത്തവനെ ഈ പറയുന്ന ആളുകള് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീയെ ഈ പറയുന്നവന്മാർ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കൂ? ഈ പറയുന്ന മാന്യന്മാരായിട്ടുള്ള ചേട്ടന്മാരെ ചുമ്മാ ഇരിക്കും, നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നല്ലവനായിട്ടുള്ള ഉണ്ണികളായിട്ടുള്ള കുറേ ചേട്ടന്മാരുണ്ട്, സൈബർ ചേട്ടന്മാർ. ആ ചേട്ടന്മാർക്കും ആ ചേട്ടന്മാരെ കുടുംബത്തിലും ഇങ്ങനെ വരാം. നാളെ ഒരു പെണ്ണ് വന്നിട്ട് ചേട്ടൻ്റെ ഭാര്യ ഉള്ളപ്പോഴത്തേക്ക് ഭാര്യയെ തികയാത്തോണ്ടാണ് എൻ്റെ കൂടെ വന്ന മറ്റവനെന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോൾ ഇവ അറിഞ്ഞ കേസ് പോലും ആയിരിക്കില്ല. നാളെ ഈ ചേട്ടന്മാർക്കും വരാം. അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയെ പല അമ്മമാരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് തിരിച്ച് കിട്ടുമ്പോൾ പഠിക്കും. ഈ മോൻ 5ാം ക്ലാസ്സിൽ 6-ലാണോ? അപ്പൊ 5-ലല്ല, 4ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത 5-ൽ. അപ്പം മോനിപ്പോ ഈ വിഷയമൊക്കെ ഉണ്ടായ ശേഷം ഞാൻ ഇപ്പൊ കണ്ടു, ആള് ഭയങ്കര സ്മാർട്ട് ജഗജില്ലയാണല്ലോ, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ളൊരു. അവന് ഇപ്പൊ മേയറെ കാണുമ്പോ പഴയ മേയറെ കാണുമ്പോ ഭയങ്കര ദേഷ്യമാണ്. പേരറിയാം, ഫോട്ടോ അറിയാം, ആ 5 പേരെ അവനത് കറക്റ്റ് ആയിട്ട് അറിയാം. എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ യൂട്യൂബൊക്കെ കാണുമ്പോ എവിടെ ഞാൻ കൊല്ലുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ്. എന്നുവെച്ചാൽ അവന്റെ ഉപജീവന, അവന് ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്. ഇപ്പതാ ക്രിസ്മസ് വന്നു, ഒരു കേക്ക് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞൂടെ, ഈ കേസ് കിടക്കുന്ന ഓണ സമയത്താണ്. അപ്പോഴും ഞാൻ അനുഭവിച്ചു. എല്ലാവരും നല്ല ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തപ്പോൾ എൻ്റെ കുട്ടിക്ക് മാത്രം ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ വിഷമമുള്ള കാര്യങ്ങളാണ്. ഞാനത് തിരിച്ചിങ്ങനെ നടക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞ് എനിക്ക് വിഷമം വരും. മോൻ സ്കൂളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ആരെങ്കിലും കുട്ടിയോട് ഇങ്ങനെ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം? അവൻ പറയുന്നില്ല, അവൻ അത് തിരിച്ചുള്ള മറുപടി കൊടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കേൾക്കേണ്ട. എൻ്റെ അടുത്ത് ആകെ പരാതി പറയണേ, അവരെ മുടിയെ പിടിച്ചു വലിച്ചു, കയ്യിൽ പിടിച്ചു തിരിച്ചു പറയാനുള്ളൊരു. അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരെണ്ണം കിട്ടണമെങ്കിൽ 2 കൊടുത്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരില്ലേ. അല്ല, പിന്നീട് പിള്ളേർ തമ്മിലുള്ള അടിയിൽ നമ്മൾ രക്ഷകർത്താക്കൾ അടികൂടുണ്ടല്ലോ. അവൻ ഒരെണ്ണം കിട്ടി, അവൻ മറ്റവനും കൊടുക്കുന്നു. അപ്പൊ ഗീവ് ആൻഡ് ടേക്ക് ആയില്ല, കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ട്. അപ്പൊ നമ്മള് പിന്നെ രക്ഷകർത്താക്കൾ തമ്മിൽ അടിയാവണ്ടല്ലോ. അവര് തമ്മിലുള്ള പിള്ളേർ തമ്മിൽ തീർക്കുക. അതാണ് നമ്മുടെ ഒരു ചിന്താഗതിയും നമ്മുടെ രീതികളും. അതല്ലാതെ നമ്മൾ ആരെയും പെടലില്ല അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിടയില്ല ആരായാലും. ഓക്കെ, ഇതിപ്പോ 2.5 വയസ്സ് തൊട്ട് മോൻ കൂടെയാണല്ലോ. അപ്പോൾ തൊട്ടേ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്, സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്? അതും ഈ ഒരു ജോലിയായിട്ട് എല്ലാം കൂടെ അങ്ങ് നടന്ന് ഒത്തു പോകുന്നുണ്ടായിരുന്നു? ഒത്തു പോണമല്ലോ, അതിനല്ലേ അമ്മയും അച്ഛനും വയസ്സായി. എന്നാലും 72 വയസ്സും 63 വയസ്സൊക്കെ ഉണ്ട്. 75 അച്ഛന്, 62 വയസ്സായി. എന്നാലും സാമ്പത്തികമായിട്ടായാലും അവരെ താങ്ങേണ്ട അവസ്ഥയാണ് എനിക്ക് വരുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയിലൊക്കെ അവരെ താങ്ങേണ്ട. ഈ പ്രാവശ്യം 7,000 രൂപ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരെ നിന്ന് കടം വാങ്ങിച്ചിട്ട് പിന്നീട് കൊടുക്കൂലെന്നല്ല, അച്ഛനും അമ്മയൊക്കെ ഒരു സൈഡിൽ തന്നെ. എനിക്ക് ജോലി കിട്ടുമ്പോൾ ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ അത് വേറെ, അച്ഛൻ അമ്മ ബന്ധം വേറെ. ഈ പൈസകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കും. ഇവന്റെ കാര്യം നമുക്കൊരു കുത്തല് വരും. അല്ല, അവന്റെ കാര്യമായോണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മോനെ എനിക്ക് എന്നെ നോക്കണമെന്ന് അന്നോട്ടേ ഉള്ള ഇതാണ്. അമ്മ കളഞ്ഞിട്ട് പോയാൽ പോലും എനിക്ക് എന്നെ നോക്കണമെന്ന് അങ്ങനെ ഉദ്ദേശമുണ്ട്. അവൻ പിന്നെ ഇപ്പൊ പ്രായത്തിന്റെ പക്വത കുറവില്ലായ്മയായിരിക്കും, ചെറിയ അത് ചെറിയൊരു വിരളി സ്വഭാവമൊക്കെ ഉണ്ട്. അത് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയണേ, ഇവ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പരാതി പറയുമ്പോൾ ആൾക്കാർ പറയണേ, നീ ചെറുതില്ല ഇതിനെക്കാട്ടി അപ്പുറമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമാധാനമുണ്ട്, എൻ്റെ മോൻ തന്നെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവനെ വെച്ച് ഭീഷണിയൊക്കെ ആയിരുന്നു ഇവര് പാർട്ടിക്കാർ ആദ്യ സമയത്ത്. നിനക്ക് കൊച്ചുണ്ടെന്ന് ഓർമ്മ വേണം, മറ്റാണ്. പല ആൾക്കാരും ഇങ്ങനെ പറയുന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കൊച്ചിനെ തൊട്ട് നോക്കാൻ പറഞ്ഞു. കൊച്ചിനെ തൊട്ട് കേട്ട് നീ ബാക്കി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് ഞാൻ നെഞ്ചിടിക്കാൻ വേണ്ടിട്ട് ഇത് വേറെ ആളാവണം. നെഞ്ചിടി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഉള്ളത് അപ്പോൾ കൊടുക്കുക. നമ്മളെ അങ്ങനെ കൊച്ചിനെ തൊട്ടുള്ള കളിക്കൊന്നും നമ്മൾ വിട്ട്, സ്വന്തം തള്ളയ്ക്ക് പോലും ചുമ്മാ അടിക്കാൻ വേണ്ടിട്ട് വിട്ടു കൊടുത്തിട്ടില്ല.
ചുമ്മാ അവളെ ഓരോന്ന് കേസിന് വേണ്ടിയിട്ട് അവൾക്ക് ജോലി ചെയ്യാൻ മടിയായിട്ട് വീട്ടിൽ ഒരു 2.25 വയസ്സിൽ അതായത് ഇച്ചിടുന്ന ചെറുതിൽ ഇച്ചിട്ടിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ കൈ വെച്ച് തറയിലൊക്കെ തേക്കുകയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ബസ് ഓടാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ നല്ല വണ്ണം ഉണ്ടായിരുന്നു. 4 വിരലിൻ്റെ പാട് ഇവിടെ കിടന്ന് കാലിൽ. കുഞ്ഞിലെ ഓടി വരും എൻ്റെ മടിയിൽ കയറി ഇരിക്കാനും. ഈ ബസ് ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോഴും എൻ്റെ മടിയിൽ കയറി ഓടി വരും. ബസ് ഓടിച്ച് വേർപ്പിൻ്റെ ഞാൻ വന്ന് എടുത്താൽ ഇവൻ കിടന്ന് ഉറങ്ങുമ്പോഴും എൻ്റെ കൈ കിടന്നേ ഉറങ്ങുള്ളൂ, നെഞ്ചിൽ കിടന്നേ ഉറങ്ങുള്ളൂ. അപ്പോൾ ചെറുതിലെ ഇങ്ങനെ വന്ന് ഞാൻ നോക്കിയപ്പോൾ കാല് നോക്കിയപ്പോൾ ഒരു അടയാളം കിടക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ തടവിയൊക്കെ നോക്കിയപ്പോൾ നല്ല പാട്, വിരലിൻ്റെ പാട്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ, അത് ഏകദേശം 2 വയസ്സ്. അത് കാരണമാണ് നമ്മൾ പണങ്ങാൻ കാര്യം. ആ ഒരു അടിയുടെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്തിനായിരുന്നു അടിച്ചത്? ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഈ കേസ് അടുക്കളയില്. അത് പറഞ്ഞു വരല്ലേ, അത് ഞാൻ പറഞ്ഞു വരാണ്. അടുക്കളയില് വാടകയ്ക്കാണ് നമ്മൾ 2 വീട്ടുകാരും മിണ്ടൂലായിരുന്നു. ഈട പെൺകുട്ടി ഞാൻ നായരുമായോണ്ട് വിളിച്ചോണ്ട് വന്നു. അവക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം പോലും കളഞ്ഞ് എൻ്റെ ഭാവി നോക്കാതെ ഞാൻ ഇതെല്ലാം ബസ് ഡ്രൈവർ ആവാൻ കാര്യം, ഇത്രയും പഠിച്ചിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ ജീവിതത്തിൽ വീഴുന്ന കരിനിഴലാണ്. അപ്പോൾ ഇങ്ങനെ രവി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ മേലൊക്കെ കഴുകി കുളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കൊച്ചിനെ എടുത്തിട്ട് കാലിലെന്ത് പറ്റിയെന്നിട്ട് അത് ഈ നാശം അടുക്കളയിൽ മറ്റേ രവി ഇങ്ങനെ ഇട്ടിരുന്നു. എത്ര ഞാൻ പറഞ്ഞു അവൻ എത്ര വയസ്സായെന്നിട്ട്. അത് 1.25 വയസ്സല്ലേ ആയുള്ളൂ. അപ്പം നിനക്ക് ബോധമുണ്ട്, കൊച്ചിന് 1.25 വയസ്സേ ആയുള്ളൂ, അതിനറിഞ്ഞൂടാന്നുള്ളത്. നീ ഇതെന്തൊരു കാലിൽ ചെയ്തത്? അത് ഞാൻ ദേഷ്യം ഒന്ന് പഠിച്ചു. ഞാൻ നന്നായിട്ട് കാണായിരുന്നു പാട്, അത്രയ്ക്ക് ചുവന്ന കളറിൽ കിടന്ന് ഇവൻ വെളുവിളാന്നാണ് ഇരുന്നത്. ഇതേപോലെയല്ലേ, നല്ല വെളുപ്പായിരുന്നു, നല്ല ബബിളി ആയിട്ടിരുന്നു. ബബിളി അതായത് ഈ പരസ്യത്തിലൊക്കെ ഉള്ള പിള്ളേരെ. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ നോക്കിയതൊക്കെ, ഇവരെ 2പേരെയും നോക്കി അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞ് നമ്മൾ ചെറിയ വാക്ക് തർക്കമൊക്കെ ആയി. ഞാൻ പറഞ്ഞ് ഇത് പറ്റൂല, ഇത് ഇവിടെ പറ്റൂല, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ഹോസ്റ്റൽ നോക്കി നീ മാറിക്കോ, കൊച്ചിനെ നോക്കാൻ വയ്യെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഹോസ്റ്റലിൽ നോക്കി മാറി. ഡിവോഴ്സായി, കേസ് നടന്ന് 6 വർഷമായി ഡിവോഴ്സായിട്ട്. അവർ പറയും പോലെ പെണ്ണുകൂടിയനായിരുന്നെങ്കിൽ ഇപ്പൊ 6 വർഷം കൊണ്ട് എത്ര പെണ്ണ് കേട്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യല്ല, ഞാൻ ഒരു മറുവശം ചോദിച്ചോട്ടെ, പറഞ്ഞു തിരുത്താൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ ആളെ രീതികൾ, ഇതൊക്കെ തിരിച്ചു പറഞ്ഞ ടൈപ്പുകളല്ല, തിരുത്താൻ പറ്റേയില്ല. അവളെ പോക്കുകൾ അങ്ങനത്തെ പോക്കാണ്. ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഇപ്പോൾ പല പറയാൻ പറ്റാത്ത നടന്മാരോടെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കൈവിട്ട് പോയതിൽ മേഞ്ഞ് നടക്കുന്ന പണ്ടുള്ള ആൾക്കാർ പറയും, മേഞ്ഞ് നടക്കേ ഉള്ളൂ, പിടിച്ച് കെട്ടിയേ കിടക്കൂല എന്ന് പറയും. അതേ സിസ്റ്റമാണ് നമുക്ക്. നമ്മളിത്ര അങ്ങനെ ഇവരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയും പോലെ അത്രയ്ക്ക് മോശപ്പെട്ടവനൊന്നും അല്ല. അപ്പം ഒരു അവസരം പോലും കൊടുക്കാതെ ഇങ്ങനെ അവൻ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരും നന്നാവാനും പോലുള്ള. സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാ നിലയും വിലയും കുഞ്ഞിനെ വളർത്താനും എല്ലാ കാര്യത്തിലും ഞാൻ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വന്ന് ഇവിടെ നാട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിച്ചാലും അറിയാം, പ്രൈവറ്റ് ബസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം. 13 വർഷം കൊണ്ട് പ്രൈവറ്റ് ബസ്സിലുണ്ടായിരുന്നു. KSRTC ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് തിരക്കാം ഏതെങ്കിലും പെണ്ണ് കേസ് എന്നെക്കുറിച്ച്, മേയറിൻ്റെ അല്ലാതെ ഏതെങ്കിലും പെണ്ണ് കേസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരക്കാം. നൈറ്റ് സർവീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടുന്നത്. കോഴിക്കോട് മിന്നൽ ആദ്യം ഫാസ്റ്റ് തുടങ്ങിയാണ്, പിന്നെ ഡീലക്സ്, അത് കഴിഞ്ഞാണ് മിന്നൽ. ഫാസ്റ്റ്, ഡീലക്സ്, സൂപ്പർ, അങ്ങനെ മാറി മാറി ഓടിച്ചോണ്ട് നിന്നു. ഏതും ഇപ്പൊ ഒരുപാട് വർഷക്കാലമായില്ലേ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഇടയിൽ ഏറ്റവും അധികം നിങ്ങളുടെ ഒരു തരണം ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് പുറമേ നിൽക്കുമ്പോൾ അധികം അറിയാനായിട്ട് പറ്റില്ലല്ലോ. പുറമേ നോക്കുമ്പോൾ അറിയാൻ പറ്റൂല. KSRTC ബസ് പൊതുവേ കിടന്ന് ഈ കാണിക്കുന്ന സർക്കസുകൾ ആളുകൾ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, പൊതുവേ KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഞാൻ സർക്കസ് കാണിക്കാറില്ല. KSRTC ബസ് വരണമെങ്കിൽ ഞാൻ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മാറിക്കൊടുത്ത് അതിന് സ്ഥലം കൊടുക്കും. എന്ന് വെച്ചാൽ അതിന്റെ ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ചില വണ്ടികൾക്കൊന്നും ബ്രേക്ക് ഇല്ല, പിടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ചില സ്റ്റിയറിംഗ് ഇങ്ങനെ ആട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള വണ്ടികളാണ്. കണ്ടീഷൻ അത്രയും പെർഫെക്റ്റ് കണ്ടീഷൻ ഉള്ള വണ്ടികളല്ല. സ്ലാക്കർ പലയിടത്തും സ്ലാക്കർ കിട്ടാനില്ല. അതായത് സ്ലാക്കർ എന്ന് വെച്ചാൽ ഈ വീലിന്റെ അടിയിൽ ഒരു സ്ലാക്കർ സംഭവം ഉണ്ട്. ആ സ്ലാക്കറാണ്
ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഈ സ്ലാക്കർ മാറി പുതിയത് വെച്ചാലേ ബ്ലാക്ക് കിട്ടുള്ളൂ. ലൈനർ ഉണ്ടായാലും സ്ലാക്കർ അഡ്ജസ്റ്റ് ചെയ്ത് ലൈനറിനെ ടൈറ്റ് ചെയ്ത് ബ്ലാക്ക് വീലുകൾ 4 വീലുകൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നതാണ്. അപ്പൊ അതുപോലും ഇല്ല. വേണ്ടാത്ത നട്ടും ബോൾട്ടും ഒക്കെ ഇഷ്ടം പോലെ ഡിപ്പോയിലുണ്ട്. സ്ലാക്കർ എന്ന് പറഞ്ഞ സാധനമില്ല. അതൊക്കെ ഒന്നാമത്തെ കേസ്. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സിലൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ബാക്ക് വണ്ടി ഫ്രണ്ട് വണ്ടിയുടെ കേസിലൊക്കെ ഉള്ളൂ പ്രശ്നങ്ങൾ. അല്ലാതെ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ പ്രശ്നമില്ല. വേറെ ബ്രാക്കിന്റെ കാര്യത്തിൽ മുതലാളിമാർ അപ്പോഴപ്പോഴായിട്ട് കൊണ്ടുപോയി നന്നാക്കാൻ പറയും വല്ല കുഴപ്പമുണ്ടെങ്കിൽ. അല്ലാതെ പ്രൈവറ്റ് ബസ്സിലൊന്നും എനിക്ക് എന്നെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം. എൻ്റെ ഈ കേസായാലും ഞാൻ ഇങ്ങനെയാണോ എന്ന് തിരക്കാം, എന്ത് വേണോ തിരക്കാം. നിങ്ങൾ ഡിപ്പോയിൽ പോയി വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈറ്റ് എടുക്കാം. ഞാൻ അങ്ങനെ മോശപ്പെട്ട വ്യക്തിയാണോ, ഡിപ്പോയിൽ ഏതെങ്കിലും ഇത് കൂടാതെ യദുവിനെ കുറിച്ച് പാപ്പനംകോട് ഡിപ്പോയിലുണ്ടായിരുന്നു. ഈ പാപ്പനംകോട് ഒരു 3 മാസമോ 2 മാസമോ എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെൻട്രലിലായിരുന്നു തമ്പാനൂർ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാ കണ്ടക്ടർമാരുടെ അടുത്തും ചോദിക്കും. ഈ ദൈനംദിന ജീവിതത്തിൽ ഇപ്പൊ നൈറ്റ് ഒക്കെ ഓട്ടം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ KSRTC ഓടുമ്പോ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണ്? KSRTC ഓടുമ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ വന്ന് സർക്കസ് കാണിച്ച് പല ആൾക്കാരും കാണിക്കും. ചില വിരൽ നമസ്കാരങ്ങളൊക്കെ കാണിച്ചിട്ട് പോകും, വിരൽ കൊണ്ടുള്ള നമസ്കാരം. ചിലർ വണ്ടി ഫ്രണ്ടിൽ ഇട്ട് ഇടച്ചഴച്ച് പോകും. കാറുകളൊക്കെ നമ്മൾ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അതുവരെ സ്പീഡിൽ പോയാലും നമ്മൾ അടുത്തൊന്ന് ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്പീഡ് കൂട്ടും, പിന്നെ സ്പീഡ് കുറച്ച് ഫ്രണ്ടിൽ. ചില KSRTC ഡ്രൈവർമാര് മനഃപൂർവ്വം വേറെ ആർക്കും വഴി കൊടുക്കാത്ത രീതിയിലൊരു പ്രവണതയും കണ്ടിട്ടുണ്ട്. അങ്ങനെ വഴി കൊടുക്കാൻ ഒരാളും ഇപ്പം KSRTC ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൻ്റെ അകത്ത് 10-50 ആൾക്കാർ അല്ലെങ്കിൽ 60 ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. ഇതിൽ 60 പേർക്കും 60 കാര്യങ്ങൾ കാണും. ഈ കാറിലുള്ള 3 പേർക്ക് ഒരു സ്ഥലത്തെത്താനായിരിക്കും ചിലപ്പോൾ അവരെ കാര്യങ്ങൾ. അവർക്ക് വേണമെങ്കിൽ ഇത്തിരി മാറിക്കൊടുക്കാം. KSRTC ബസ്സുമായിട്ട് മല്ലിട്ടങ്ങനെ പോകണമെന്ന് അങ്ങനെ റേസിങ്ങിനല്ലല്ലോ പോകണം. നമ്മളിപ്പോൾ ഒരു മത്സരത്തിനല്ലല്ലോ പോകണം. അപ്പോൾ KSRTC ബസ് ഇന്ന ടൈമിന് ഇന്ന സ്റ്റാൻഡിൽ എത്തണമെന്നുണ്ട്, ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മൾ ഇത്തിരി വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോലുള്ള. KSRTC പൊതുവേ ഉള്ള ധാരണകൾ ഇതാണ്, KSRTC ഡ്രൈവർമാർ ഇങ്ങനെയാണ്. എനിക്ക് അങ്ങനെ എൻ്റെ ഈ കേസിൽ ഇത്രയും ജനങ്ങൾ കൂടെ നിന്നിട്ട് KSRTCയിൽ അതല്ലേ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു, ഈ ഒരു KSRTC ഡ്രൈവറെ മാത്രം ചാനലുകാർ പുകഴ്ത്തുന്നു, എല്ലാവരും ബാക്കിൽ നിന്ന് നടക്കുന്നു. KSRTC ഡ്രൈവർമാരെ കുറിച്ചും KSRTCക്കാരെ കുറിച്ചും നിങ്ങൾക്കുള്ള മതിപ്പ് ഇങ്ങനെയാണോ? നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അതിൽ ഓരോരുത്തരും ഓരോ സ്വഭാവമുള്ള അതാണ് ഇവര് പറയുന്നത്. മൊത്തത്തിൽ ഒരു 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 പേരെടുത്ത് പറയണമെങ്കിൽ ഒരു ആ വ്യക്തിയുണ്ട്, നിലമ്പൂർ ഇലക്ഷന് നിന്ന ഒരു വ്യക്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളാണ്. അദ്ദേഹം എൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. KSRTC എന്നുള്ള ഒരു മൈക്കിൽ കൂടെയാണ് പറഞ്ഞത്. ഡ്രൈവർമാർ മൊത്തത്തിൽ പറയും പോലെയാണ് എല്ലാവർക്കും ഫീലായത്. എല്ലാവരും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മൈക്കിൽ കൂടെ പറഞ്ഞാണ് ഇലക്ഷൻ പ്രചാരണത്തിനാണെന്ന് നിലമ്പൂർ. ആളിവിടെ പേരുകൂടെ എവിടെയാണ് താമസം എന്ന് പറയണേക്കാം. സ്വരാജ് എന്ന് പറയും, LDFന്റെ സ്വരാജ് എന്ന് പറയുന്ന ആൾ. ഈ മൈക്കിൽ കൂടെ പറയാൻ പറ്റൂല ഒരു നികൃഷ്ട ജീവിയെ, ഒരു വെറും പെണ്ണുപിടിയൻ, അത്രയ്ക്ക് മോശപ്പെട്ടവനെന്നൊക്കെ പറഞ്ഞ് KSRTC ഡ്രൈവർ ഒരു യദു എന്ന് പറഞ്ഞവന് അങ്ങ് മൈക്കിൽ കൂടെ പച്ചയ്ക്ക് പറഞ്ഞ ആ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്ന് പറയാൻ യോഗ്യത അർഹിക്കുന്നില്ല. പിന്നെ എൻ്റെ സംസ്കാരം കൊണ്ട് ഞാൻ ഇദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഡ്രൈവർമാരെ മൊത്തത്തിൽ ഒരു കാണുന്ന ആളാണ്. അച്ഛൻ തിരുവനന്തപുരംകാരനാണ്. ഈ സ്വരാജിന്റെ അച്ഛൻ തിരുവനന്തപുരംകാരനും. അച്ഛൻ കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയതാണ് നിലമ്പൂർ. അങ്ങനെ ഇലക്ഷൻ അവിടെ നിന്ന് ഈ സംഭവം, ഈ ഒരു പ്രചരണം കഴിഞ്ഞ് സംഭവത്തിന്റെ ഇടയിലാണ് ആള് ഇലക്ഷൻ അവിടെ നിന്ന് ഭംഗിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് അതിൽ ചെറിയൊരു സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ പറയുന്നവർക്കൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ പറയുന്നത് പ്രവർത്തിക്കുന്നവർക്ക് ദൈവം കൊടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കോൺഗ്രസ്സുകാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, BJPക്കാരില്ല. കോർപ്പറേഷനിലെ ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് ജനങ്ങളാണ് അഭ്യർത്ഥിക്കുന്നത് ഓരോരുത്തർ. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ചോദിച്ചവരടുത്തൊക്കെ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ജോലി ആവശ്യമാണ്. എനിക്ക് മോനെ നോക്കാനും ഈ വയസ്സായ ആൾക്കാർ അമ്മയും അച്ഛനെ നോക്കി ഭാവി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി വേണം. അതിന് വേണ്ടിയിട്ട് കോർപ്പറേഷനിൽ ഒരു ഇത് കൊടുക്കണമെങ്കിൽ, നിവേദനമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവേദനം കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് വിളിച്ച് തരൂല. ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ ഇടയ്ക്ക് പരാതിപ്പെട്ടിരുന്നു. ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ട് ഒരു കാര്യം നടന്നില്ല. അവര് എല്ലാം എൻ്റെ തെറ്റത് അതല്ലേ, അത് ഹ്യൂമൻ റൈറ്റ്സിലെ പേപ്പറിലാണ് വന്നത്. ഞാൻ 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ആലോചിക്കണേ, അത് നമ്പറൊന്നും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാമായിരുന്നു എൻ്റെ നമ്പറാണെന്നുള്ളത് പറയാം. നമ്പർ എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു കേസിൻ്റെ കാര്യത്തിന് ഇത് എല്ലാ വിവരാവകാശവും കാര്യങ്ങൾ ഇതിനെല്ലാം ഒറ്റയ്ക്ക് കിടന്ന് ഓടണം. ഞാൻ ഈ കൊച്ചിൻ്റെ സ്കൂളിൽ കൊണ്ടാക്കണ സ്കൂളിൽ വിളിച്ചോണ്ട് കേസിന്റെ ഭാവി എന്താ? കേസിന്റെ ഭാവി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, കോടതിയാണ് തീരുമാനിക്കുന്നത്. ഭാവി നമ്മൾ തീരുമാനിക്കണേ നമ്മൾ എന്ത് ചെയ്യും? കോടതി 21-ാം തീയതി മൊഴി കൊടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. മൊഴിയിൽ ഞാൻ വ്യക്തമായിട്ട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയും. നടന്ന കാര്യങ്ങൾ ഇവർ പറയുന്ന പോലെ ആംഗ്യ ഭാഷ വിക്ഷേപണം കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ വീഡിയോയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കും, ജഡ്ജിക്ക് കാണിച്ചു കൊടുക്കേ. ഇവർ പറയുന്ന പോലെ ബസ് സർവീസ് പോയ ബസ്സിൽ നിന്ന് ഊരി മാറ്റാൻ ആകെ റൈറ്റ്സ് ഉള്ള KSRTCയിലെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ അടുത്ത് അവന്മാർ ഫോൺ ചെയ്ത് CAT യൂണിയനിലുള്ള ആൾക്കാർ, വർക്ക്ഷോപ്പിലുള്ള ആൾക്കാർ ഇന്ന അടുത്താണ് മെമ്മറി കാർഡ് ഇരിക്കണേ എന്ന് പറഞ്ഞു ഊരാനേ പറ്റുള്ളൂ. ബസ് ഓടിച്ച എനിക്ക് പോലും അറിഞ്ഞൂടാ മെമ്മറി കാർഡ് എവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ കണ്ടക്ടറിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. കണ്ടക്ടർ CAT യൂണിയനിലുള്ള ആയതുകൊണ്ട് കണ്ടക്ടറിനെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് സ്ലോട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാമല്ലോ. അല്ലെങ്കിൽ ഡിപ്പോയിൽ പോയി അവർ ഊരി. ഇവർ അറിയാതെ കണ്ടക്ടർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സെൻട്രൽ വർക്സിൽ അല്ല നമ്മുടെ തമ്പാനൂർ അറിയാതെ അറിയില്ല. ഇത് പോവാൻ ഒരു വഴിയില്ല. എനിക്കെന്തായാലും അറിഞ്ഞൂടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ന ഇടത്താണ് മെമ്മറി കാർഡ് ഇരിക്കുന്നത്. ഇനി ഒരു ഡിപ്പോയിൽ കയറുമ്പോഴത്തേക്ക് ഇനി വല്ല വിഷയം ഉണ്ടെങ്കിൽ എടുത്ത് പോക്കറ്റ് ഇടണമെന്നുള്ള ഇവർ പഠിപ്പിച്ചു തന്നു. ഓരോ വീഴ്ചയെന്നാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. ഞാൻ ഈ സംഭവം ഒരു യൂട്യൂബ് ചാനലിൽ എല്ലാ കാര്യങ്ങളും അതേപടി കണ്ട് മുൻമേറെ കയറി വരുന്നതും കൂടുതലുള്ള ആൾക്കാർ കയറി വരുന്നതും യദുവിൻ്റെ മെക്കിട്ട് കയറുന്നതായിട്ടുള്ള സകല കാര്യങ്ങളും അതേപോലെ വിളിച്ചു പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ യൂട്യൂബ് ചാനലിൽ കേട്ടിരുന്നു. അപ്പം ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളതിന് ദൈവത്തിന്റെ കയ്യൊപ്പായിട്ട് കുറച്ച് സാക്ഷികളെയും കൂടെ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് സാക്ഷികളല്ല, ഒരാളാണ് പറഞ്ഞത്. മുന്നോട്ട് വന്നത് ഒരാളാണ്. കേസില് മുമ്പോട്ട് വന്നത് ഒരാളാണ്. അന്നോട്ട് വന്നതും ഇപ്പം ഈ കേസിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ആള് എവിടെ വേണമെന്ന് പറയാന്നുള്ളത്. അത് നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മളെ സഹായിക്കാനാണോ ദ്രോഹിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആളെ കണ്ടാലേ എനിക്കറിയാവുള്ളൂ. ആളെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ആള് അന്ന് നടന്ന എല്ലാ ഇൻസിഡന്റ് കറക്റ്റായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറയുന്നുണ്ട്. പക്ഷെ ആളെ കണ്ടാലേ എനിക്ക് അറിയാവുള്ളൂ. അല്ലാതെ എനിക്ക് ആ 15 പേരിൽ ഏകദേശം ഫ്രണ്ടിൽ ഇരുന്ന ആൾക്കാരെല്ലാം എനിക്കറിയാം. ഫ്രണ്ടിലോട്ട് അന്ന് പ്രശ്നം നടക്കുമ്പോൾ വന്ന ഏകദേശം ആൾക്കാരെ മുഖം എനിക്കറിയാം. പ്രായമുള്ള ഒരാൾ വന്നായിരുന്നു, ഒരു തമിഴ് കലർന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു. ആളെ പോലെയാണ് ഇപ്പം വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കേട്ട് വന്ന സൗണ്ട് എന്ന് തോന്നുന്നു. അപ്പം ആള് പറയുന്നത് എല്ലാം ഏകദേശം കറക്റ്റാണ്. ആ സംഭവം ഇൻസിഡൻ്റ് എല്ലാം പറയുന്നത് കറക്റ്റാണ്. ചിലപ്പോൾ അറിയാൻ പാടില്ല എന്തിനാണ് ഏതാണെന്നുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. ചിലവർ ദുരുപയോഗം ചെയ്യാനായിരിക്കും, ചിലവർ നമ്മളെ ഇത് ചിലപ്പോൾ നമുക്ക് എന്തോ പൈസയൊക്കെ കിട്ടണമെന്ന് വിചാരിച്ച് പറഞ്ഞ് അവസാനം നമുക്ക് പൈസ സഹായം ചെയ്യാനൊന്നും നമ്മളെ ഇല്ല, നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. കുറേ നഷ്ടങ്ങളും മര്യാദയ്ക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാൻ പോലും പറ്റാതെ പാർട്ടിക്കാർ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എവൻ കാരണമാണ് വോട്ട് പോയതെന്ന് പല ആൾക്കാരും പാർട്ടിയിലുള്ള ആൾക്കാർ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അതായത് ഇപ്പം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചല്ലോ, അപ്പൊ അതിനുശേഷം യദുവിനെ ഒരു BJP-കാരനായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ എനിക്ക് എല്ലാ പാർട്ടിയിലും പരിചയക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാനൊരു പാർട്ടിയിൽ ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഒരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ഞാനൊരു BJP-കാരനാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരെന്നെ തൊടൂലായിരുന്നു. എന്നെ ഇത്രയും മാത്രം ഇറിറ്റേറ്റ് ചെയ്യുകയില്ലായിരുന്നു ഞാൻ BJP-കാരനായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും എന്നെ തൊടൂല. എനിക്കൊരു പാർട്ടി ഇല്ലെന്ന് ഇവർക്കറിയാം. ഇവരൊക്കെ അറിയാം ഞാൻ ഈ പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് എന്നെ എന്ത് വേണോ തട്ടായെടുക്കാന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഇവർ തട്ടിക്കളിക്കുന്നത്. അപ്പം BJP-കാരനായിരുന്നെങ്കിലും അല്ലെങ്കിലും ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു ഭരണം സത്യം പറഞ്ഞാൽ BJP-കാരായിട്ടുള്ള ആൾക്കാർ മേയറിനെ അനുസ്മരിക്കണമെന്ന് പറയണത് ഉള്ളതാണ്. വെച്ചാൽ ഈ മേയർ ഇല്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി 30 വർഷം 40 വർഷം CPM അല്ലെങ്കിൽ CPI കൊണ്ടുപോയ ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അത് ഒരു നിമിഷം കൊണ്ട് 5 വർഷം കൊണ്ട് മേയർ സാധിച്ചു കൊടുത്തതാണ്. അപ്പം അത് പഴയ മേയർ ആര്യ രാജേന്ദ്രൻ സാധിച്ചു കൊടുത്തതാണ്. അത് ഇത്തിരി അഹങ്കാരത്തിനും
തൻ്റെ ഇടത്തിനും ദൈവം കൊടുത്ത ഒരു അടിയെന്ന് എനിക്ക് പറയാം. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഈ ദൈവവിശ്വാസം വന്നത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണോ? ദൈവം പൂർണ്ണമായിട്ട് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയത് ഈ ഒരു മേയർ KSRTC വിവാദമായത്. ബസ് ഈ മേയറിന് പാളയത്ത് വെച്ച് തടയാൻ തോന്നിയതുമാണ്. ദൈവം ഉണ്ടെന്ന് എനിക്ക് അന്ന് വിട്ടാണ് ദൈവവിശ്വാസം, ഭയങ്കരമായിട്ട് ദൈവവിശ്വാസം ഉള്ളത്. അതുവരെ ദൈവവിശ്വാസം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. നമ്മൾ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ അല്പ വിശ്വാസമൊക്കെ വെക്കുന്ന വെച്ചാൽ രാവിലെ തിരികെ എത്തിക്കുക, വണ്ടി തൊഴുതാണ് നമ്മൾ കയറുന്നത്. ദൈവമേന്ന് വിളിച്ച് തന്നെയാണ് കയറുന്നത്. നമ്മൾ ആരും 5 പേരെ ഇന്ന് കൊല്ലാന്നും പറഞ്ഞുകൊണ്ടല്ല വണ്ടിയിൽ കയറുന്നത്. ഇന്ന് 5 പേരെ കൊല്ലണം, ഇന്ന് 2 ബൈക്കുകാരെ ഇടിക്കണം, 4 കാറുകാരെ ഇടിക്കണം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള മേയറിനെ 5 മേയറിനെ 4 പോലീസുകാരെ ആംഗ്യം കാണിക്കുക എന്നൊക്കെ പറഞ്ഞല്ല നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം. ഇതുവഴി മേയർ വരുമെന്നും നമ്മൾ ആംഗ്യം കാണിക്കണമെന്നും, അതല്ല ബാക്കിൽ ഒരു കാറിൽ ബാക്കിലിരിക്കണ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ, നിങ്ങൾ സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിലോ ഏതെങ്കിലും ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ തന്നെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമല്ല, നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാൽ മതി. ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ താഴെ കൂടെ ഒരു കാറ് പോവുകയാണ്, അതിൻ്റെ അകത്ത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ നിങ്ങൾ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒരു പൊറോട്ട ഇറച്ചിയും വാങ്ങിച്ചു തരാം. പൈസ ഇല്ലെങ്കിൽ ശരിയല്ല, കടം വാങ്ങിച്ചാലും ഞാൻ വാങ്ങിച്ചു തരും. അറിയാൻ പറ്റുമോ? അത് പോലീസ് പക്ഷേ റിപ്പോർട്ട് കൊടുത്തേക്കാണ്, അങ്ങനെ അറിയാൻ പറ്റും. ആംഗ്യം കാണിച്ചു, മേയർ ബാക്കിൽ ഇരുന്നുകൊണ്ട് മേയർ കണ്ടു, മേയർ സഹോദരൻ്റെ ഭാര്യയും കണ്ടു. സച്ചിൻ ദേവ് മാത്രം കണ്ടില്ല. സച്ചിൻ ദേവും ബാക്കിലാണ് ഇരുന്നത്, അദ്ദേഹം മാത്രം കണ്ടില്ല. ഈ 2 പെണ്ണുങ്ങൾ മാത്രമേ കണ്ടു. കാർ ഓട്ടിക്കുന്ന ഡ്രൈവറും കണ്ടില്ല. സാധാരണ ആംഗ്യമൊക്കെ സാധാരണ ഷട്ടർ വണ്ടിയിലെ ഡ്രൈവർമാർ പറയണേക്കാം, ഇങ്ങനെ എന്തടേ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുന്നത് ആരാണ്? ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർ കാണൂ, ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാർ കാണൂ. ബാക്കിൽ നിന്ന് ഇങ്ങനെ ബസ് ഇങ്ങനെ വരുമ്പോൾ ബസ് ഇങ്ങനെ പോകുന്നു, ഡ്രൈവർ ഇവിടെ ഇരിക്കുന്നു. ഡ്രൈവർ കൈ വെളിയിലിട്ട് തന്നെ നേരെ കാണുന്ന ആരാണ്? ഡ്രൈവറെ കാണുള്ളൂ. കാറിലെ ഡ്രൈവർ മറ്റേ ഡ്രൈവർ ആംഗ്യം കാണിക്കണേ കാണൂ. ഈ പുറകെ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള യാത്രക്കാർ കാണില്ല. 10-20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട്, എനിക്ക് 35 വയസ്സായി, ഏകദേശം ഒരു 15 വർഷമെങ്കിലും വണ്ടി ഓടിച്ചുള്ള ശീലം എനിക്കില്ലേ. അപ്പോൾ കാറ് ചെറിയ വണ്ടി തൊട്ടാണ് ഞാൻ വലിയ വണ്ടിയിൽ പോയി. ആദ്യമേ കയറി KSRTC ബസ്സിൽ കയറിയില്ല, ആദ്യം കാറ് തുടങ്ങി, കാറ് ട്രാവൽസിൽ ഓടിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് തറവാട്ടിൽ കാറ്ററിംഗ് സർവീസ് എന്ന് പറയും, നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, വഞ്ചിയൂരല്ല നമ്മുടെ ലോ കോളേജ് വികാസ് ഭവൻ്റെ അവിടെ, അത് കുറേ കാലം ഓടി. എന്നിട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറി, അത് കഴിഞ്ഞ് KSRTC കയറി. ഇതെല്ലാം വണ്ടി നമ്മൾ ആദ്യമേ ചേർന്ന് KSRTC കയറിയല്ല. KSRTCയിൽ നേരെ ഞാൻ 2-3 ടെസ്റ്റ് എഴുതി, 2-3 ഇത് പരീക്ഷയൊക്കെ എഴുതിയിട്ടാണ് ഇത് എംപാനലായിട്ട് കയറിയത്. അത് കഴിഞ്ഞ് വണ്ടി ഓട്ടിച്ച് ഇവരെ ടെസ്റ്റിന് തരണ വണ്ടി ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോണ വണ്ടികളാണ്. അത് കമ്പിയുടെ ഇടയിൽ കൂടെ കറക്റ്റ് ടെസ്റ്റ് പാസ്സായി തന്നെയാണ് എടുത്തത്. അതും ഈ പാർട്ടി LDF ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കയറിയത്. എനിക്കിങ്ങനെ കേസുണ്ട്, പെണ്ണ് കേസുണ്ടെങ്കിൽ എങ്ങനെ കയറും ഒരു സർക്കാർ സ്ഥാപനത്തിൽ? നമ്മളന്ന് മറ്റേ PCC എടുത്ത് കൊടുത്തിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്കിങ്ങനെ കേസ് 2015 ഇവർ തന്നെ ഇവർക്കുള്ള കുരുക്ക് വയ്ക്കുകയല്ലേ ചെയ്യണം. ഇവരെ പാർട്ടി ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കയറി? പാർട്ടിക്കാരനായതുകൊണ്ടാണ് കയറി. അവന് കേസുണ്ടായിട്ട് ഇവ എങ്ങനെ കയറി എന്നുള്ള ചോദ്യം വരും. അതാണ് കാര്യം. ദൈവവിശ്വാസം കൊണ്ട് കേട്ടാ ഇപ്പം നല്ല വിശ്വാസമാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമോശം അല്ലെങ്കിൽ മേയർ എന്ന് പറയുന്ന വ്യക്തി, അന്നത്തെ മേയർ എന്ന് പറയുന്ന വ്യക്തിക്ക്, ആര്യയ്ക്ക് അന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം തോന്നാതെ ഇരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. അങ്ങനെ ഷോ ഓഫ് കാണിക്കാതെ നേരെ ഡിപ്പോയിൽ പോയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഗണേഷ് കുമാർ സാറ് മറ്റേ കുപ്പിവെള്ളം നടപടി സ്വീകരിച്ച പോലെ എന്നെ ആകുമ്പോൾ മറ്റേ സ്ഥിരം ജീവനക്കാരനല്ല, ചുമ്മാ എടുത്ത് കളയാം, വാക്കുകൾ പോലും പറയാതെ എടുത്ത് കളയാം. ഇപ്പം ഡിപ്പോയിൽ ഞാൻ ഇന്നലെയും പോയി എഴുതിയിട്ടേ ഉള്ളൂ കേസ് നടക്കുന്നതിന് പുറത്ത്. പക്ഷെ കേസ് നടക്കുന്ന ഒരു പരിധിയില്ലേ, പുറത്തുനിന്ന് തന്നെ നമ്മളെ ഉപജീവന മാർഗമില്ലേ. അപ്പോൾ ഗണേഷ് കുമാർ സാറിന് കുടുംബ സ്വത്തുണ്ട്, സ്വന്തമായിട്ട് ശരണ്യ ഇങ്ങനെയൊക്കെ കുറേ വണ്ടികളും അവർ ബിനാമികളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങളും, അവർക്ക് പൈസയുണ്ട്, ആനയുണ്ട്, പശുവുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഈ പാവങ്ങളുടെ വയറ്റിൽ തടിക്കണതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കും. എൻ്റെ കൂട്ടത്തിൽ സാറും അനുഭവിക്കാൻ മുടക്കണേ ഉള്ളൂ, അതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അടുത്ത ആളുകൾ അനുഭവിക്കും. ഞാൻ അങ്ങനെ പ്രാവയൊന്നുമില്ല, പ്രാവയൊന്നുമില്ല. നമ്മുടെ വിഷമം അത് പിന്നീട് കിട്ടും. ഓക്കെ, ഒരുപാട് നന്ദി യദു. വളരെ വ്യത്യസ്തമായ ഒരു ചർച്ച തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുടുംബം, ഇതിനെ തുടർന്നുണ്ടായ വിഷമങ്ങൾ, സത്യസന്ധമായ ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ ഇടവേളയ്ക്കുള്ളിൽ നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. ശരി.